തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF-ന് 5 വിമതരാണ് മത്സരരംഗത്തുള്ളത്. UDF-ന് 4-ഉം 3 മുന്നണിയിലും മേയർ സ്ഥാനാർത്ഥിക്കായി കരുനീക്കങ്ങളും തകൃതിയായി നടക്കുന്നുണ്ട്. അമൽ തേനമ്പറമ്പിലേക്ക് ആദ്യം പോവുകയാണ്. അമൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ, അതായത് സംസ്ഥാനത്തിന്റെ ഭരണം പോലും നിർണയിക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ആ കോർപ്പറേഷനാണ് 2 മുന്നണികളെയും പ്രതിരോധത്തിലായിക്കൊണ്ട് വിമത ശബ്ദം ഉയരുന്നത്. പ്രത്യേകിച്ച് തലയെടുപ്പുള്ള നേതാക്കൾ തന്നെ വിമതരായി പ്രധാനപ്പെട്ട ഇടങ്ങളിൽ രംഗത്തിറങ്ങുന്നു. അവരെ അന്വയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അടഞ്ഞു കഴിഞ്ഞു. എവിടേക്കാണ് 2 മുന്നണികൾക്കും വിമത ശബ്ദം ഉള്ളത്? പ്രജീഷ, വിമതന്മാരുടെ ശല്യം LDF-ഉം UDF-ഉം ശക്തമായി തന്നെ നേരിടുകയാണ്. ശക്തമായി നേരിടുക എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ LDF-ന് വിമതരായി എത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും എടുത്തു പറയേണ്ട ഒരു കാര്യം. UDF-ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിമതന്മാരെത്തുന്നു എന്നുള്ളത് ഒരു പുതിയ വാർത്തയല്ല. പക്ഷേ താരതമ്യേന കഴിഞ്ഞ തവണയുമായി നോക്കുമ്പോൾ ഇപ്പോൾ വിമതരുടെ എണ്ണം കുറവാണ് എന്നുള്ളതാണ് UDF-നെ സംബന്ധിച്ച ആശ്വാസം. എങ്കിലും 5 പേർ മത്സരരംഗത്തുണ്ട്. LDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നവർ പോലും വിമതരായി രംഗത്തിറങ്ങുന്നു. KV മോഹനെ പോലെ, ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫായിരുന്ന ശ്രീകണ്ഠനെ പോലെയുള്ള ആളുകളൊക്കെ വിമതരായി എത്തുകയാണ്. 5 വാർഡുകളിലാണ്. ഉള്ളൂരിൽ വിമത സ്ഥാനാർത്ഥിയുണ്ട്. അതോടൊപ്പം തന്നെ കാച്ചാണിയിൽ വിമത സ്ഥാനാർത്ഥിയുണ്ട്. വിഴിഞ്ഞത്ത് LDF-ന് വിമത സ്ഥാനാർത്ഥിയുണ്ട്. അതോടൊപ്പം തന്നെ ചെമ്പഴന്തിയിൽ ആനി അശോകൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അങ്ങനെ വിമതരുടെ ശല്യം LDF വലിയ തോതിൽ നേരിടുകയാണ്. മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പോലെ തന്നെ സജീവമായി പ്രവർത്തന രംഗത്തേക്ക് ഇവർ ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഘടകകക്ഷി സ്ഥാനാർത്ഥികൾ നിർണയവുമായി ബന്ധപ്പെട്ടാണ് ഈ വിമത പ്രശ്നം പ്രധാനമായും ഉയർന്നു വരുന്നത്. ഇതിൽ 2 പ്രധാന വിമതന്മാർ എന്ന് പറയുന്നത്, ഒന്ന് പൗണ്ട് കടവിലാണ്. പൗണ്ട് കടവിലെ സീറ്റ് ലീഗിന് നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് വിമത സ്ഥാനാർത്ഥിയായി സുധീഷ് അവിടെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ കൃഷ്ണവേണി പുഞ്ചക്കരിയിൽ കോൺഗ്രസിന്റെ നേതാവാണ്, മുൻ കൗൺസിലറാണ്. അങ്ങനെയുള്ള ഒരാൾ അവിടുത്തെ RSPയുടെ UDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരരംഗത്തേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ വിഴിഞ്ഞമടക്കമുള്ള മേഖലകളിൽ കഴക്കൂട്ടത്ത് ലാലു സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. അതുപോലെ ആറ്റിപ്പറയിൽ മനോജ് സ്ഥാനാർത്ഥിയായി എത്തുന്നു. അങ്ങനെ UDF-ന് വിമത ശല്യം ഉണ്ടാകുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, വലിയ തോതിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ കൂടി BJP-ക്ക് വിമതർ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കവടിയാറിലടക്കം വിമതരുണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നു. തിരുമന അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട്, അതിനുശേഷം പിന്നീട് ആനന്ദിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ BJP അലട്ടുമ്പോഴും വിമതർ എന്ന് പറയുന്ന ഒരു ശല്യം ഉണ്ടാകുന്നില്ല എങ്കിൽ കൂടി വിഭാഗീയ പ്രശ്നങ്ങൾ BJP-യെയും അലട്ടുന്ന പ്രശ്നമായി മാറുകയാണ്. മലയോര മേഖലയിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും ബ്ലോക്ക് പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലുമെല്ലാം 3 മുന്നണികളും സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്തെ ചിത്രം വ്യക്തമാക്കിയത്. തിരുവനന്തപുരം വളരെ പ്രധാനപ്പെട്ട കോർപ്പറേഷനാണ്. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷനിൽ 2 മുന്നണികൾക്കും അങ്ങനെ വിമത ശല്യം നേരിടേണ്ടി വരുന്ന അവസ്ഥയുണ്ട്.